ശ്രീ കെ പി അനിൽകുമാർ, താങ്കൾ ഇതുവരെ പുറത്തു വന്ന വാർത്തയുടെ വലിയൊരു ഭാഗം വസ്തുതകൾ പറഞ്ഞു. പറയാതിരുന്ന ഭാഗം ഞാൻ പറയാം. ഇതൊക്കെ ബിജു രമേശ് പറഞ്ഞു. പക്ഷേ ഇതിനു വേണ്ട മതിയായ തെളിവുകൾ കയ്യിലുണ്ട്, ശബ്ദരേഖ കയ്യിലുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാൽ ഇത് ഹാജരാക്കാൻ തയ്യാറാണ്. പുറത്തേക്ക് വന്ന ആരോപണത്തിൽ, പുറത്തുവിട്ട ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. നുണ പരിശോധനയ്ക്ക് വിധേയനാകാം എന്നെല്ലാം ബിജു രമേശ് പറയുന്നു. സംസ്ഥാന ധനമന്ത്രി 1 കോടി രൂപ കൈപ്പറ്റിയെന്നും 5 കോടി രൂപ ആവശ്യപ്പെട്ടെന്നുമുള്ള ആരോപണത്തെ ചെറുതാക്കി കണ്ട് താങ്കൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഊരാൻ ശ്രമിക്കരുത്. ഞാൻ ഈ പ്രശ്നത്തെ ലഘുവായി കാണുന്നതല്ല. പിന്നെ നുണ പരിശോധനയ്ക്ക് എന്നെ വിധേയനാക്കൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വിധേയനാക്കാനുള്ളതാണോ നുണ പരിശോധന എന്ന് പറഞ്ഞത്? അതിന് കോടതിയുടെ ഉത്തരവ് വേണം, കോടതിക്ക് ബോധ്യം വരണം ഇയാൾ പറയുന്നത് ശരിയാണോ നുണയാണോ എന്നുള്ളത്. അതിനൊക്കെ ആദ്യം അന്വേഷണം വേണം ശ്രീ അനിൽകുമാർ, അതിനൊക്കെ ആദ്യം അന്വേഷണം വേണം. ആ അന്വേഷണം പോലും വേണ്ട എന്നാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത്. ഗോപി, ഞാൻ പറയുന്നത് മുഴുവൻ പറയാൻ സമ്മതിക്കാതെ താങ്കൾ ഇങ്ങനെ ഇടപെട്ടാൽ പിന്നെ എനിക്ക് പറയാൻ അത് ബുദ്ധിമുട്ടാവും. പറയൂ. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉത്തരം പറയാനല്ല ഞാൻ വന്നത്, ഞാൻ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കുവാനുള്ള ഒരു എന്താ പറയാ സന്മനസ് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പറയൂ ശ്രീ അനിൽകുമാർ, പറയൂ. അപ്പം അതിനകത്ത് ഈ പറയുന്ന ഞാൻ ആ പറഞ്ഞു വരുന്നതിൻ്റെ കണ്ടിന്യൂറ്റി പോയി കഴിയുമ്പോൾ പിന്നെ പറയാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇതിനകത്ത് നമ്മൾ സംസാരിച്ച് വന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ബിജു രമേശിൻ്റെ കാര്യം. ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു എന്ന് താങ്കൾ പറഞ്ഞു. ബിജു രമേശിൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞു. ബിജു രമേശിന് വിജിലൻസിന് വിശ്വാസമില്ല. ആരോപണം ഉന്നയിക്കുന്ന ഒരു വ്യക്തി പറയുന്നതാണോ ഈ നാട്ടിലെ എല്ലാ നിയമവും? അല്ലല്ലോ. ഇവിടെ വ്യവസ്ഥാപിതമായൊരു നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി പറയാം ഞാനിത് CBI അന്വേഷിച്ചാൽ മാത്രമേ ഞാൻ ഇതിന് തെളിവ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായ നിലപാടാണോ? അത് ശരിയല്ല. പിന്നെ ഗോപികൃഷ്ണൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ചാനൽ ചർച്ചയിൽ ഞാനിരിക്കുന്നു, ജയരാജൻ ഇരിക്കുന്നു, ഉണ്ണിയാടൻ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോഴല്ലല്ലോ ഒരു ആരോപണം കൃത്യമായിട്ട് ഉന്നയിക്കേണ്ടത്. ബിജു രമേശിന് ഇതേക്കുറിച്ച് പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ തെളിവുകൾ പോലീസിന് കൊടുത്താൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രി ആയതുകൊണ്ട് തെളിവ് നശിപ്പിക്കുമെന്നുള്ള ഭയമാണെങ്കിൽ തിരുവനന്തപുരത്തെ പ്രസ് ക്ലബിനകത്ത് ഒരു പത്രസമ്മേളനം വിളിച്ച് ഈ തെളിവുകളെല്ലാം മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഹാജരാക്കാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഹാജരാക്കിയില്ല? ഒരു തെളിവുമില്ല. പിന്നെ അത് മാത്രമല്ല, ബിജു രമേശ് പറയുന്നത് എന്താ, ബാർ മുതലാളിമാരുടെ സംഘടന കൊടുത്തു വിട്ടുന്ന അതിൻ്റെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ പണം ആർക്കും കൊടുത്തിട്ടില്ല എന്ന്. ഇപ്പോൾ ബിജു രമേശിനെതിരെ നടപടിക്ക് സംഘടന ഒരുങ്ങുന്നു എന്ന് പറയുന്നു. അത് അവരുടെ ആഭ്യന്തര കാര്യം, അതിൽ ഞാൻ ഇടപെടുന്നില്ല. അപ്പോൾ തികച്ചും വാസ്തവവിരുദ്ധമായ ഒരു ആരോപണം ഉന്നയിച്ച് കേരളത്തിലെ ഗവൺമെൻറ്റിനെ, കേരളത്തിലെ മന്ത്രിമാരെ മോശക്കാരാക്കുവാനുള്ള നിലപാടുകൾക്ക് പിന്നിൽ ആരുടെയൊക്കെയോ കരങ്ങളുണ്ട്, ആരുടെയൊക്കെയോ കൈകളുണ്ട്. അതേക്കുറിച്ചാണ് അന്വേഷണം. ഞാൻ വ്യക്തമായി താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഉദയഭാനു, ഈ സംഭവങ്ങളെ മുഴുവൻ സൂക്ഷ്മതയോടുകൂടി പിന്തുടരുന്ന ഒരാളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വിജിലൻസിനോട് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിർദ്ദേശം മുതൽ എല്ലാ കാര്യത്തിലും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്നാമതായി 3 മാസം കൊണ്ടാണ് ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് വിജിലൻസ് നൽകേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കണമെങ്കിൽ അവർക്ക് ആദ്യം വേണ്ടത് ബിജു രമേശിൻ്റെ കൈക്കലുള്ള, അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകളാണ്. അദ്ദേഹം പറയുന്നു ശബ്ദരേഖയുണ്ട്, മറ്റ് തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് അദ്ദേഹം ആണയിട്ട് പറയുന്നു. ഈ തെളിവുകൾ കയ്യിൽ കിട്ടുമ്പോൾ മാത്രമാണ് ഈ ആരോപണത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണമോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കപ്പെടുന്നത്. അതേസമയം ബിജു രമേശ് പറയുന്നു എൻ്റെ കയ്യിലുള്ള തെളിവുകൾ, എൻ്റെ കയ്യിലുള്ള രേഖകളെല്ലാം ഞാനൊരു CBI അന്വേഷണത്തിൽ മാത്രമേ പുറത്തേക്ക് വിടുള്ളൂ എന്ന്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഏത് തരത്തിൽ വിജിലൻസിൻ്റെ ഈ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് തയ്യാറാക്കപ്പെടും? എന്തായിരിക്കും ഇനി ഇതിലുള്ള പ്രൊസീജിയേഴ്സ്? ശ്രീ ഗോപികൃഷ്ണൻ, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ സ്വമേധയാ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാമായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി വരുന്നവരെ കാത്തിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പരാതി വന്ന് ആ പരാതിയിന്മേലുള്ള അന്വേഷണം നടത്തുമ്പോൾ അത് ഇൻവെസ്റ്റിഗേഷനാണോ, ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണോ, അതിൻ്റെ സമയബന്ധിതമാണോ എന്നുള്ളതെല്ലാം സാങ്കേതികമായ നൂലാമാലകളിൽ കടിച്ചു തൂങ്ങാനാണ് ഇപ്പോഴും ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേക്കാളുപരി നമ്മളെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ശ്രീ അനിൽകുമാർ ഇവിടെ ഭംഗ്യന്തരേണ ആവർത്തിച്ചതുമായൊരു കാര്യം, പരാതിക്കാരൻ്റെ ബാധ്യതയാണ് ഈ പരാതി വസ്തുത തെളിയിക്കേണ്ടതെന്ന്. ഞാൻ വളരെ വിനയപൂർവ്വം പറഞ്ഞുകൊള്ളട്ടെ, ഇന്ത്യയുടെ നിയമസംഹിത അനുസരിച്ച് സ്വകാര്യ അന്യായങ്ങളിൽ മാത്രമാണ്
പരാതി തെളിയിക്കാനുള്ള ബാധ്യത പരാതിക്കാരനുള്ളത്. മറ്റെല്ലാം പരാതി ഉന്നയിച്ചയാൾ വയ്ക്കുന്ന കാര്യങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത അന്വേഷണ സംവിധാനത്തിനാണ്, അന്വേഷണ ഏജൻസികൾക്കാണ്. അത് പോലീസാകട്ടെ, വിജിലൻസ് ആകട്ടെ, മറ്റേതൊരു വിഭാഗമായിക്കോട്ടെ, അവർക്കാണ് അതിൻ്റെ ഒരു ബാധ്യതയുള്ളത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഇവിടെ അന്വേഷണം ആരംഭിക്കട്ടെ. ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണെങ്കിലും ശ്രീ ബിജു രമേശിനെ വിളിച്ചു വരുത്തട്ടെ. അതിൻ്റെ അന്വേഷണത്തിലുള്ള കാര്യങ്ങൾ അയാളുടെ കൈവശമുള്ള ഏതെല്ലാം കാര്യങ്ങളാണ് എന്ന് നോട്ടീസ് കൊടുത്ത് നിയമപരമായി വിളിച്ചു വരുത്തുവാനും പരിശോധിക്കുവാനുമുള്ള ബാധ്യത, ഉത്തരവാദിത്തം, അതിനുള്ള അർഹത എല്ലാം ഈ ഏജൻസിക്കുണ്ട്, ഈ വിജിലൻസിനുണ്ട്. വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഇവിടെ ബിജു രമേശ് പറയുന്നത് എന്റെ കൈവശമുള്ള രേഖകൾ, എന്റെ കൈവശമുള്ള തെളിവുകൾ ഞാൻ CBIക്ക് മാത്രമേ കൈമാറൂ, CBI അന്വേഷണത്തിൽ മാത്രമേ ഞാൻ നിന്നു കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിജിലൻസ് അന്വേഷണം എന്നെ കുഴപ്പത്തിലാക്കാൻ, എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്നാണ് ബിജു രമേശ് പറയുന്നത്. അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ? നമ്മുടെ അന്വേഷണ ഏജൻസികളിൽ ഒരു പരാതി ഉന്നയിക്കുന്ന ആളുകൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അന്വേഷണവുമായിട്ട് സഹകരിക്കാൻ അന്വേഷണം നടത്തേണ്ട അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്ക് തീർച്ചയായിട്ടും നിയമപരമായിട്ടൊരു ബാധ്യതയുണ്ട്. അതനുസരിച്ച് അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഈ തെളിവുകൾ കൊടുക്കാനായിട്ട് ശ്രീ ബിജു രമേശിന് ബാധ്യതയുണ്ട്, നിയമപരമായ ഉത്തരവാദിത്വമുണ്ട്. അത് പിടിച്ചെടുക്കാൻ ഈ അന്വേഷണ സംവിധാനത്തിന് നിയമപരമായിട്ടുള്ള സംവിധാനങ്ങളുമുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നമുക്ക് ആശങ്കയുടെ ഒരു അർത്ഥമില്ല, ആശങ്കയുടെ തലങ്ങളുമില്ല. ആ അന്വേഷണ രീതി എങ്ങനെയാണെന്നുള്ള ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിക്കും. പിന്നീട് വിജിലൻസ് ഡയറക്ടറാണ് അതിലെ മെറ്റീരിയൽ അനുസരിച്ച് പരിശോധിച്ചുകൊണ്ട് കേസ് ഉണ്ടെങ്കിൽ അത് കോടതിക്ക് കൊടുത്ത് കേസ് രജിസ്റ്റർ ചെയ്തുള്ള നടപടികളായിട്ട് പോകുന്നത്. ഇതിപ്പോൾ സ്വകാര്യന്യായമായിട്ട് ഒരു വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കപ്പെട്ടാലും നടപടി ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ആ നടപടിയിൽ ഉള്ള ഒരു കാര്യം എന്ന നിലയ്ക്ക് ഇത് അന്വേഷണമല്ല, പ്രാരംഭമായിട്ടുള്ള തെളിവ് ശേഖരണം മാത്രമാണ് എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ ചുരുക്കി കാണേണ്ട ഒരു കാര്യമില്ല എന്നത് മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ. പ്രാഥമികമായ തെളിവ് ശേഖരണവും തുടർന്ന് അങ്ങോട്ട് കേസ് എടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലെത്തി ഇത് സബോട്ടേജ് ചെയ്യപ്പെടാനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതൊരു ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ MV ജയരാജൻ, താങ്കൾ നേരത്തെ പറഞ്ഞു ഇപ്പോഴുണ്ടായിട്ടുള്ള അഴിമതി ആരോപണത്തിന്റെ വലിപ്പം, വ്യാപ്തി, അതിന്റെ ആഴം, അതിന്റെ ഗൗരവം, ഇത്രയെല്ലാം വലിയൊരു സംഭവമാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് ഏത് തരം അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ പാർട്ടി അത് ആവശ്യമില്ല എന്ന തീരുമാനമെടുത്തത്? KM മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്തോ ചില വൈമനസ്യം LDFനുണ്ട്, CPMനുണ്ട് എന്ന ഒരു ആക്ഷേപം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകുന്നു. VS പറയുന്നു CBI അന്വേഷണം വേണ്ട എന്ന് പറയുന്നവർ ഭരണക്കാരെ സഹായിക്കുകയാണെന്ന്. മറുപടി ഉണ്ടോ താങ്കൾക്ക്? ഇവിടെ അഴിമതി അതീവ ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയുന്നത്. അത് സമഗ്രമായ അന്വേഷണമായിരിക്കണം. കാരണം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂട്ടായി ആലോചിച്ച് അന്വേഷണ ഏജൻസി ഏതെന്ന് പറയുമെന്ന് നേതാക്കൾ പ്രതികരിക്കാൻ കാരണം തന്നെ ഒരു കൂട്ടായ പ്രതികരണത്തിലൂടെ അന്വേഷണ ഏജൻസിയെ പറയണമെന്നുള്ളത് കൊണ്ടാണ്. ഇത് ഈ അന്വേഷണത്തിൻ്റെ വലുപ്പവും ഗൗരവവും കൊണ്ടാണ്. ഒരു മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഉൾപ്പെടെ പങ്കുള്ള ഒരു അഴിമതിയാണിത്. നേരത്തെ തന്നെ പിന്നാമ്പുറത്ത് നിന്ന് സംസാരം കേട്ടതാണ്. ബാർ അടച്ചുപൂട്ടിയതിന് പിന്നിലുള്ള ഛേദോവികാരം തുറപ്പിക്കാൻ വേണ്ടി നെട്ടോട്ടമോടുകയായിരുന്നു ബാർ മുതലാളിമാർ. അവരാണ് നടക്കുന്നില്ലെന്ന് വന്നപ്പോൾ പണം കൊടുത്തിട്ടും ഈ കാര്യം നടക്കുന്നില്ലെന്ന് വന്നപ്പോൾ ഇത്തരത്തിലൊരു അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. താങ്കൾ പറയുന്നു CBI വിശ്വസിക്കാൻ കഴിയില്ല, CBI വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണ ഏജൻസി അല്ല, അതുകൊണ്ടാണ് CBI അന്വേഷണത്തെ നിങ്ങൾ എതിർക്കുന്നത്. സമ്മതിക്കുന്നു. നിങ്ങൾ എന്തിനാണ് വിജിലൻസിന്റെ ഈ പ്രാഥമികമായ അന്വേഷണത്തെ കുറിച്ച് ഒന്നും പറയാതെ CBI നിങ്ങൾ അവിശ്വസിക്കുന്നു? വിജിലൻസിന്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ നിങ്ങൾക്ക് വലിയ എതിർപ്പില്ല. VS CBI അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ അത് പറ്റില്ല എന്ന് പറയുന്നു. ഏത് അന്വേഷണ ഏജൻസി വേണം എന്നാവശ്യപ്പെടുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് VS സംശയിക്കുകയാണ് സ്വാഭാവികമായി, എന്തുകൊണ്ട് എന്നോടൊപ്പം പാർട്ടി നിൽക്കുന്നില്ല?
അതിലൊരു സംശയത്തിനും അടിസ്ഥാനമില്ല. അന്വേഷണ ഏജൻസി ഏതെന്ന് കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനം പറയും. ഇവിടെ CBI കൂട്ടിലിട്ട തത്തിയെന്ന് ഞങ്ങളല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. അതുപോലെ മുഖ്യമന്ത്രി ഇവിടെ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കേണ്ട കാര്യം തന്നെയില്ലെന്നാണ്. സർക്കാരിൻ്റെ നയമെന്താണ്? അന്വേഷിക്കേണ്ട കാര്യം പോലുമില്ലെന്ന് ഇപ്പോൾ അനിൽകുമാർ പോലും ഇവിടെ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്വേഷിക്കാൻ പോലും സർക്കാരിന് താല്പര്യമില്ല. അപ്പോൾ പിന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള വിജിലൻസിൽ അവർ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഒരു കടലാസ് വാങ്ങാനാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് KM മാണിയെ പുറത്താക്കണം. മാണി രാജിവെക്കുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കണം. എന്നിട്ട് സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം. കുറ്റക്കാരുടെ പേരിൽ നടപടി സ്വീകരിക്കണം. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് വേണം അന്വേഷണം നടത്താൻ. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഒരു വിശ്വാസയോഗ്യമായ ഏജൻസി അന്വേഷിക്കണമെന്നുള്ളത് ഉയർന്നു വരുന്നത്. ആ വിധത്തിൽ അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ നേരത്തെ പാമോയിൽ മുതൽ +2 വരെയുള്ള അഴിമതി കേസുകളിൽ കുറ്റക്കാരെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ശ്രമം പോലെ ഈ ബാർ കോഴയും മുങ്ങിപ്പോവും. തോമസ് ഉണ്ണിയാടൻ, ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ശ്രീ KP അനിൽകുമാർ പറഞ്ഞത് ഇതിൽ അന്വേഷണം ആവശ്യമില്ല എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ശരിയെന്നാണ്. താങ്കളുടെ പാർട്ടിയുടെ സമുന്നതനായ നേതാവ്, 50 വർഷത്തെ നിയമസഭാ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവ്, അദ്ദേഹം പണം ചോദിച്ചു ബാറുകൾ തുറന്നു കിട്ടാൻ എന്ന ആക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ആ ആക്ഷേപം കൊണ്ടുണ്ടായിട്ടുള്ള പ്രതിച്ഛായ നഷ്ടം നിങ്ങൾക്കാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളാണ് ആവശ്യപ്പെട്ടത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കണമെന്ന്. കോൺഗ്രസ് പറയുന്നു, ഉമ്മൻചാണ്ടി പറയുന്നു ഇതിൽ അന്വേഷണത്തിന് തന്നെ സാധ്യതയില്ല, അതിൻ്റെ തന്നെ ആവശ്യമില്ല എന്ന്. അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇതിൽ ശ്രീ ഗോപികൃഷ്ണൻ തന്നെ പറഞ്ഞു, ബഹുമാന്യനായ ശ്രീ KM മാണി സാർ കഴിഞ്ഞ 50 വർഷ കാലഘട്ടത്തിലെ വളരെ അന്തസ്സായ നിലയിൽ, അഴിമതിരഹിതമായ നിലയിൽ എല്ലാ വകുപ്പുകളും തന്നെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു സീനിയർ മന്ത്രി, എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു മന്ത്രി, അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, തികഞ്ഞ ലാഘവത്തോടു കൂടിയാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കയറി നിന്ന് വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ ഉടനെ അതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം, ഉടനെ ഇതിലൊരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കണം, ഉടനെ മന്ത്രിയെ പുറത്താക്കണം, അതല്ലെങ്കിൽ മന്ത്രി പുറത്തു പോകണം എന്നൊക്കെ പറയുന്നത് എത്രയോ ബാലിശമാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ കണ്ടിട്ടുണ്ടല്ലോ, മാധ്യമപ്രവർത്തകരൊന്നുമല്ല ആവശ്യപ്പെട്ടത് ഇതിൽ അന്വേഷണം വേണമെന്ന്. KM മാണി തന്നെയാണ് വാർത്താലേഖകർ കണ്ടപ്പോൾ KM മാണി തന്നെയാണ് പറഞ്ഞത് ഏത് തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. നിങ്ങളുടെ പാർട്ടിയാണ് പറഞ്ഞത് ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. നിങ്ങളുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തുള്ള PC ജോർജാണ് പറഞ്ഞത് ഇതിന് പിന്നിൽ ഉമ്മൻചാണ്ടിയാണെന്ന്. ഗോപികൃഷ്ണൻ, ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ, എനിക്കൊരവസരം എന്താ. ഇവിടെ ബഹുമാന്യനായ ശ്രീ KM മാണി സാർ അദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉന്നയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഏത് അന്വേഷണത്തിനും എന്തിനും ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷെ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി കൂടി വളരെ വിശദമായി ഈ കാര്യം സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുകയുണ്ടായി, വിലയിരുത്തുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എടുത്ത തീരുമാനം എന്ന് പറയുന്നത്, ശ്രീ ബിജു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ തന്നെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ആരും ശ്രീ KM മാണിക്ക് സാറിന് പിരിവ് കൊടുക്കാൻ വേണ്ടി യാതൊരു തരത്തിലുള്ള പണവും പിരിച്ചിട്ടില്ല, ഞങ്ങൾ ഇതിലേക്ക് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം തന്നെ, അദ്ദേഹത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ വളരെ വ്യക്തമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു. തന്നെയുമല്ല, ശ്രീ ബിജുവിന് ഇതേ സംബന്ധിച്ച ഒരു രേഖയോ ഒരു തെളിവോ ഒന്നും തന്നെ അദ്ദേഹം പറഞ്ഞ സമയത്തോ നാളിന്ന് വരെയോ